സർവപിതൃഭ്യോ സ്വധനമ. എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഈ ഒരു രാത്രി ചൈത്ര അമാവാസ്യ ഭയത്തോടെയും ബഹുമാനത്തോടെയും കാണുന്നു? വളരെ കാലം മുമ്പ് പവിത്രമായ പരമ്പരകളിൽ വിവരിച്ചിരിക്കുന്ന ഗരുഡ പുരാണം പ്രകാരം മരണത്തിനു ശേഷം ആത്മാവിന് ഉടൻ ശാന്തി ലഭിക്കില്ല. ചില ആത്മാക്കൾ അലഞ്ഞുതിരിയുന്നു, കാത്തിരിക്കുന്നു. അവരുടെ കുടുംബം അവരെ ഓർക്കുമെന്ന പ്രതീക്ഷയിൽ. അമാവാസ്യയുടെ രാത്രി, ചന്ദ്രനില്ലാത്ത സമയം, ജീവനുള്ളവരും പിതൃലോകവും തമ്മിലുള്ള അകലം കുറയുന്നു. പക്ഷേ എല്ലാ അമാവാസ്യകളിലും ചൈത്ര അമാവാസ്യയാണ് ഏറ്റവും പ്രത്യേകമായത്. ചൈത്ര അമാവാസ്യ പിതൃദോഷം, ശനിദോഷം, ഗ്രഹദോഷം, കാലസർപ്പദോഷം എന്നിവയും ആഴത്തിലുള്ള കർമ്മബന്ധങ്ങളും ശുദ്ധീകരിക്കാൻ ശക്തമായ ദിവസമാണ്. ജീവിതത്തിൽ ശാന്തിയും സമൃദ്ധിയും പിതൃ അനുഗ്രഹവും നേടാൻ സഹായിക്കുന്നു. ഇത് ഹിന്ദു കലണ്ടറിലെ ഒരു ആത്മീയ ചക്രത്തിന്റെ അവസാനം, പുതിയ ഒരു തുടക്കവും സൂചിപ്പിക്കുന്നു. ഈ രാത്രിയില് പിതാക്കൾ ഭൂമിയോട് കൂടുതൽ അടുത്തുവരുന്നു എന്ന് വിശ്വസിക്കുന്നു, അവരുടെ സന്തതികളുടെ വിളികൾ കേൾക്കാൻ. അതുകൊണ്ട് കുടുംബങ്ങൾ പിണ്ടദാനം, തർപ്പണം പോലുള്ള പവിത്ര കർമ്മങ്ങൾ നടത്തുന്നു. അന്നം, വെള്ളം, പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഈ സമർപ്പണങ്ങൾ വെറും പ്രതീകങ്ങൾ മാത്രമല്ല, അവ പരലോകത്തിലെ ആത്മാക്കളെ പോഷിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പറയപ്പെടുന്നു, പിതാക്കൾ സന്തോഷിക്കുകയാണെങ്കിൽ അവർ തടസ്സങ്ങൾ നീക്കി ധനം, ആരോഗ്യവും സന്തോഷവും അനുഗ്രഹിക്കുന്നു. പക്ഷേ അവരെ മറന്നാൽ അവരുടെ ആത്മാക്കൾ അശാന്തമായി തുടരുന്നു. അത് കുടുംബത്തിന്റെ ശാന്തിയെ ബാധിക്കും. അതിനാൽ ദീപങ്ങൾ തെളിയിക്കുന്നു, ഇരുട്ട് നീക്കാൻ മാത്രമല്ല, വഴിതെറ്റിയ ആത്മാക്കൾക്ക് വഴി കാണിക്കാനും. ഈ രാത്രി ഭയത്തിന്റേതല്ല, ബന്ധത്തിന്റേതാണ്. ഒരു ഓർമ്മപ്പെടുത്തല്ലേ, നാം ഉണ്ടാകുന്നത് അവർ ഉണ്ടായതുകൊണ്ടാണ്. അതിനാൽ ഈ ചൈത്ര അമാവാസ്യയിൽ ഒരു നിമിഷം എടുത്തു നിൽക്കൂ, കണ്ണുകൾ അടച്ചേ, നിങ്ങളുടെ പൂർവികരെ ഓർക്കൂ, പറഞ്ഞാൽ നന്ദി. കാരണം അവരുടെ അനുഗ്രഹം ഇന്നും നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു.